ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ വചനഭാഗം വിശുദ്ധനായ മർക്കോസ് ഏവങ്കേലിയോസ്തായുടെ സുവിശേഷം 13-ാം അധ്യായം 30 മുതലുള്ള ഭാഗങ്ങളാണല്ലോ. യേശുദമ്പുരാൻ തൻ്റെ കൂടെയുള്ളവരോട് പറയുകയാണ്, ആകാശവും ഭൂമിയും ഒക്കെ ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. 3 തവണയാണ് ഈ ഭാഗത്ത് നിങ്ങൾ ഉണർന്നിരിക്കണമെന്ന് തന്നെ പറയുന്നത്. വചനം ഉള്ളിലുള്ളവനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, വചനം എന്നേക്കും നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമിയിലുള്ള ഒരു ജീവിതത്തിലല്ല നമ്മുടെ പ്രത്യാശ. ഈ ഭൂമിയിലും വരുവാനിരിക്കുന്ന ലോകത്തിലും എങ്ങനെയാണ് അവിടെയും ഇവിടെയും നിലനിൽക്കുവാനായിട്ട് സാധ്യമാകുന്നത്? വചനം നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ഇവിടെയും നിലനിൽക്കുവാനായിട്ട് സാധ്യമായി തീരും. കാരണം എന്തെന്നോ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം, വചനം ദൈവമായിരുന്നു. ഈ വചനം നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ദൈവം നിലനിൽക്കുന്ന സ്ഥലത്ത് ഞാനും നിങ്ങളും നിലനിൽക്കും. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ ഫിലാദൽഫിയയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വെളിപാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്, നീ എൻ്റെ വചനം കാത്തതുകൊണ്ട് ഞാൻ നിന്നെ കാക്കും. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് അത് കാത്താൽ നമ്മളെ ദൈവം കാക്കുവാനായിട്ട് ഇടയായിത്തീരും. 119-ാം സങ്കീർത്തനം 50-ാം വാക്യം ഇങ്ങനെയാണല്ലോ ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് കൊണ്ട്. വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. നിരാശയുടെ മധ്യത്തിൽ, നൊമ്പരത്തിൻ്റെ മധ്യത്തിൽ, ക്ലേശത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ വാക്ക് കേൾക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവരെ സങ്കടക്കടലിലൂടെ നീങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ പ്രചോദനം നൽകുന്നത് വചനമാണ്. ഈ വചനമൊന്ന് ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ, ഈ വചന വായനയൊന്ന് ആരംഭിക്കുകയാണെങ്കിൽ, ചുറ്റുപാടുമുള്ളതെല്ലാം അഴിഞ്ഞു പോയാലും ആകാശവും ഭൂമിയും ഒക്കെ പോയാലും ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിലനിന്നുകൊണ്ട് നമുക്ക് പ്രത്യാശ നൽകുവാനായിട്ട് ഇടയായിത്തീരും. 1878 ഫ്രഞ്ച് തത്വചിന്തകനായിരിക്കുന്ന വോൾട്ടയർ അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകം 100 വർഷത്തേക്കേ ഉള്ളെന്ന്, ദൈവവചനത്തെക്കുറിച്ച്. അദ്ദേഹം മരിച്ചു. നസ്രായൻ്റെ പഠിപ്പിക്കലുകൾ ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞതായിരിക്കുന്ന വോൾട്ടയർ മരിച്ചു. 100 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം താമസിച്ചു കൊണ്ടിരുന്ന വീട് ജനീവ ബൈബിൾ സൊസൈറ്റി ഏറ്റെടുത്തിട്ട് ബൈബിൾ അച്ചടിക്കുന്ന പ്രസ്സാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ചിന്തകളൊന്ന് നോക്കി. അദ്ദേഹം താമസിച്ചിരുന്ന വീട് പിൽക്കാലത്ത് വേദപുസ്തകം അച്ചടിക്കുന്ന സ്ഥലമായി മാറി. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ഓർക്കണം, ദൈവവചനം നമ്മുടെ ഹൃദയത്തിലൂടെ ഒഴുകണം. ഹൃദയം മുഴുവൻ ദൈവവചനം നിറഞ്ഞ് കവിയണം. ഈ സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം ഇങ്ങനെയാണ്, നിങ്ങൾ ഉണരണം. ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ വലിയ പാടാ, ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തുന്നതിനേക്കാൾ. നമ്മളിന്ന് പലപ്പോഴും ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ടെങ്കിലും പാപത്തിലും മറ്റ് തിന്മകളിലും വീണുകൊണ്ട് നമ്മൾ ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല എന്നുള്ള ചില ഉറക്കങ്ങൾ. ഇതിൽ നിന്ന് ഒന്ന് ഉണരണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ 2ാമത്തെ വരവിൽ അവനെ എതിരേൽക്കുവാൻ ഉണർവോടുകൂടി നമുക്ക് കാത്തിരിക്കാം. ദൈവം അതിന് വചനത്താൽ നിറച്ച് നമ്മളെ യോഗ്യരാക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.